നമസ്കാരം, കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട പാലക്കാടൻ മുളക് വറുത്ത പുളിയാണ്. പാലക്കാടൻ ഡിഷസ് എല്ലാം തന്നെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ അതിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണിത്. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. പുളിയുടെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ രസത്തിന്റെ ടേസ്റ്റ് മാറും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൃത്യമായ അളവ് പറയുന്നത്. ഇത് 250 ml ഗ്ലാസ് ആണ്. ഇതില് 3 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഞാൻ ഇത്രയും പുളിക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ല തിളച്ച വെള്ളമല്ല, തിളപ്പിച്ച് കുറച്ച് സമയം വെച്ച് ചൂടാറിച്ച് ഒരു ഇളം ചൂടുള്ള വെള്ളമാണ്. പെട്ടെന്ന് പുളി അലുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോഴേക്കും ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വന്നപ്പോൾ 1/2 ടീസ്പൂൺ ഉലുവയാണ് ചേർത്തേക്കുന്നത്. കൂട്ടത്തില് ഒരു 3 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പില എത്ര വേണേലും ചേർക്കാം, ഒരു കുഴപ്പമില്ല. അപ്പൊ 1 പിടി കറിവേപ്പിലയും കൂടെ ഞാൻ അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന അരിഞ്ഞു വെച്ചേക്കുന്ന ചുമന്നുള്ളിയാണ്. ചുമന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതാണ് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത്. അതും കൂടി ഇട്ട് നന്നായിട്ട് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിലാണ് ഇതിന്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അതിന്റെ മൂപ്പ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന്റെ പാകം ശരിയായില്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ് ശരിയായി കിട്ടത്തില്ല. അപ്പൊ അതിന്റെ കൂടെ ഞാൻ 1 നുള്ള് ജീരകം, ക്യുമിൻ ആണ് ഇടുന്നത്. 1 നുള്ള് മാത്രം മതി. അത് നേരത്തെ ഇടാഞ്ഞത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതും കൂടെ ചേർത്തിട്ടാണ് നമ്മളിപ്പം ഇതൊന്ന് വഴറ്റി കൊടുക്കുന്നത്. ഈ ഉള്ളി നന്നായിട്ട് വഴന്ന് കിട്ടി നമ്മൾ ഈ കറി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം നമുക്ക് ഈ കറി ഫ്രിഡ്ജിൽ വയ്ക്കാതെ പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 13 കാന്താരി മുളകാണ്. അതിന്റെ അറ്റം പിളർന്നു കൊടുത്തിട്ടുണ്ട്. അപ്പൊ പച്ചമുളകാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ 3-4 പച്ചമുളക് എരിവിനനുസരിച്ച് അത് കുനുകുനെ അരിഞ്ഞ് വേണം ചേർക്കാനായിട്ട്. ഇതിപ്പോ കാന്താരി ആയതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാത്തത്. അപ്പൊ ആ മുളകും കൂടെ ചേർത്ത് ആണ് നമ്മൾ ഈ ഉള്ളി വഴറ്റിയെടുക്കുന്നത്. പച്ചമുളക് എന്താണേലും മസ്റ്റ് ആണ്. ഒന്നുകിൽ പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളക്, ഇത് രണ്ടിലേതേലും ഒന്ന് എടുത്തേക്കണം. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനും പിന്നെ ഇത്രത്തോളം ഉള്ളി ഉണ്ടല്ലോ, അപ്പൊ ഉള്ളിയിലേക്ക് നന്നായിട്ട് ഉപ്പ് പിടിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ഉപ്പല്ല, ഇനിയും ചേർക്കേണ്ടി വരും. നമ്മൾ പുളിയല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട്. ഇപ്പൊ നമ്മുടെ ഉള്ളി ഏകദേശം ഒക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളിത്തീയലിനായിട്ട് നമ്മൾ ഉള്ളി വഴറ്റില്ലേ, അതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല. ഈ സമയത്ത് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ. ഇപ്പോ നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. പാലക്കാടിന്റെ ചില സൈഡുകളിൽ, ചില ഭാഗങ്ങളിൽ ഈ പുളിക്ക് കായപ്പുളി എന്നും പറയുന്നുണ്ട്. പക്ഷെ കായം നമ്മൾ ചേർക്കുന്നില്ല ഈ പുളിക്ക്. പക്ഷെ എന്തുകൊണ്ടെന്ന് അറിയില്ല, കായപ്പുളി എന്നും ഈ പുളിക്ക് പേരുണ്ട്. മുളക് വറുത്ത പുളി അല്ലെങ്കിൽ കായപ്പുളി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ മഞ്ഞപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മൾ ഇവിടെ കുതിർത്ത് വെച്ചേക്കുന്ന പുളിയില്ലേ, പുളി പിഴിഞ്ഞ് അരിച്ചെടുത്ത വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇതുപോലത്തെ കറുത്ത പുളി തന്നെ എടുക്കാൻ ശ്രമിക്കുക. കറുത്ത പുളി എടുക്കുമ്പം കറിക്ക് നല്ലൊരു കളർ കിട്ടും. നമ്മുടെ ഇഞ്ചിപ്പുളിയുടെയൊക്കെ ഒരു കളറിലായിരിക്കും ഈ കറി കിട്ടുന്നത്. പിന്നെ പുതിയ പുളിയാണെങ്കിൽ കളർ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയല്ലേ, അപ്പൊ അതിന് എന്താണേലും ഉപ്പ് വേണമല്ലോ. അപ്പൊ ഉപ്പ് നോക്കിയിട്ട് ഞാൻ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇനി അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അടച്ചൊന്നും വെച്ച് തിളപ്പിക്കണം എന്നില്ല, പെട്ടെന്ന് തന്നെ ഇത് തിളച്ചു വരും കേട്ടോ. അപ്പോൾ നമ്മുടെ പുളി ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രംകാരുടെ വെറുംപുളിയോട് സിമിലാരിറ്റി ഉള്ള ഒരു പുളിയാണിത്. പക്ഷെ അതിലും ടേസ്റ്റ് ആയിട്ടാണ് എനിക്കിതിന് തോന്നിയേക്കണേ. ഇതിന്റെ കൂടെ 1 ടീസ്പൂണ് ശർക്കര കൂടി ചേർക്കുന്നുണ്ട്. ശർക്കരയും കൂടെ ചേർക്കുമ്പോഴാണ് നല്ലൊരു സ്വാദ് ഇതിന്. ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾക്ക് അത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ ഈ പുളിക്ക് പുളിയും എരിവും മധുരവും കൂടെ ചേരുന്ന ഒരു ടേസ്റ്റ് ആണ്. അപാര ടേസ്റ്റ് ആണ് കേട്ടോ. ഇതിന്റെ കൂടെ എന്തെങ്കിലും മെഴുക്കുവരട്ടിയോ, എനിക്ക് കൂടുതൽ ഇഷ്ടം പൊട്ടറ്റോ മെഴുക്കുവരട്ടി അല്ലെങ്കിൽ കൂർക്ക മെഴുക്കുവരട്ടിയൊക്കെയാണ് ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട്. അധികം കറികളൊന്നും വേണ്ട ഈ ഒരു പുളി ഉണ്ടെങ്കിൽ. പഴങ്കഞ്ഞിയുടെ കൂടെ കഴിക്കാനാണേലും ചോറിന്റെ കൂടെ ആണേലും ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്.
അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രിവാൻഡ്രംകാരുടെ വെറുംപുളിയുടെ റെസിപ്പിയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ ഈ 2 റെസിപ്പികളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.